വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് വീട്ടിൽ ഫ്രൈഡ് റൈസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ബിരിയാണി ഒന്നും വെക്കുന്ന അത്ര ടൈമൊന്നും വേണ്ട കേട്ടോ. ഇത് റെഡിയാക്കി എടുക്കാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്ക് അത് ഊറ്റിയെടുക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ ഇതുപോലൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് അധികം തന്നെ വെള്ളം എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ അരി ഊറ്റിയെടുക്കുന്ന സമയത്ത് കൊഴുത്തു പോകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് കുറച്ചധികം വെള്ളത്തിൽ തന്നെ ഇത് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും 2 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ നാരങ്ങാനീര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ അരിയൊക്കെ പൊട്ടിപ്പോകുള്ളേ. അതെന്തായാലും ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം നമുക്ക് ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് സോയാ സോസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആ സമയം നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് കുക്കായി പോവരുത്. കണ്ടില്ലേ, നമ്മളത് തയ്യാറാക്കിയെടുക്കുന്ന ടൈമിൽ ഒന്നൊന്നേ തൊടാതിരിക്കണം. അതുകൊണ്ട് ഒരു 85% കുക്കായിരിക്കുമ്പോൾ നമ്മളിത് ഊറ്റിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ പരന്നൊരു തട്ടിലേക്ക് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയൊക്കെ വെന്ത് വരുള്ളേ. അപ്പോൾ ഞാനിവിടെ ഒരു പരന്ന തട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഒരിക്കലും ചൂടോട് കൂടി റെഡിയാക്കി എടുക്കരുത് കേട്ടോ. ഈ ടൈമിൽ തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവയെല്ലാം കോരി മാറ്റി. ഇനി അതേ ഓയിൽ തന്നെ നമ്മൾ കുറച്ച് മുട്ട ചിക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ അധികം ഉണ്ടെങ്കിൽ അതൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഓയിലേ ഉള്ളൂ. അതിലേക്ക് 2 മുട്ടയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ചിക്കൻ മാത്രം ചേർത്താലും മതി കേട്ടോ. പക്ഷേ എങ്കിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ ഇതുപോലെ മുട്ടയും കൂടി ചേർത്തതിന് ശേഷമാണ് അവർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ഫ്രൈഡ് റൈസ് അല്ല നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതാണ് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തത്. കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായി ചിക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി വന്നു. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയി എടുത്തിട്ടില്ല, ഒരുമിച്ചിന് എടുത്തത്. 200 ഗ്രാം ക്യാരറ്റ്, ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം, അതുപോലെ കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്രൈഡ് റൈസ് റെഡിയാക്കുന്നത് കുറച്ച് വലിയ പാത്രത്തിലായിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ വെളുത്തുള്ളിയും ബാക്കി എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിരിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ചെയ്തെടുക്കരുത്. പെട്ടെന്ന് റെഡിയാക്കണം നമ്മളെല്ലാ കാര്യങ്ങളും. അതെന്തായാലും ശ്രദ്ധിക്കണം. അപ്പം നമ്മളിവിടെ ഏകദേശം വെജിറ്റബിൾസൊക്കെ വാടി വരുന്നുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു ഭംഗിയുള്ള കളറുകളൊന്നും നഷ്ടപ്പെടാതെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുമ്പോഴേ അങ്ങനെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഏകദേശം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി മുഴുവൻ ചേർത്ത് കൊടുത്തു. അതുപോലെ സോയാ സോസും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. സോയാ സോസ് ചേർക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പുണ്ടായിരിക്കും.
അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ നമ്മൾ റൈസിലും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്, അപ്പോൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും മുട്ടയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ റൈസ് നന്നായിട്ട് തണുത്തിരിക്കണം. ഇനി നമ്മൾ പെട്ടെന്ന് റെഡിയാക്കുകയൊക്കെ ആണെങ്കിൽ റൈസ് ഒരു ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ തലേ ദിവസം തന്നെ നമുക്ക് റൈസ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഒന്നൊന്നേ തൊടാതെ തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഒരിക്കലും നമ്മൾ റൈസ് ചൂടോടുകൂടി ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ എന്തായാലും കുഴഞ്ഞു പോവുകയുള്ളൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായി അമർത്തി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ആവി കയറ്റി എടുക്കാം കേട്ടോ. അടച്ചു വയ്ക്കൊന്നും വേണ്ട, എന്നാൽ തന്നെ ആവി കയറി വരും. ഇനി 5 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. താങ്ക്